മനസ്സിലാവുന്നുണ്ട്, എനിക്കത് മനസ്സിലാവില്ല. ഇത് ഏത് ലാംഗ്വേജ്? എന്തിന് പറയാ ഇതൊക്കെ, എന്തിന് പറയാ ഇതിന്? എന്റെ ഒരു അയ്യോ എനിക്ക് ചിരി വരുന്നത്. നീ ഇച്ചായ വിളിച്ചോണ്ടിരുന്നല്ലേ അവരെ? ആരാ അണ്ണ? ഇത് അതല്ല അണ്ണ പറയണേ, ഇത് അതല്ല. ഇത് യവന്മാര് തീട്ടോണ് ഭക്ഷിക്കുന്ന കുറച്ചു നാളായിട്ട് ഗൺപവർ കൂടാൻ. അതല്ലേ ഞാൻ പറഞ്ഞ. ഞാനും ഇപ്പൊ എടാ നീക്കൊരു കാര്യം, ഇവന്മാരിവിടെ വരാൻ നേരം നമ്മുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചതല്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവന്മാര് വരുന്നതിൽ. നമുക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നമ്മള് ഇതാക്കിയതാണ് ഇവരെ. അതല്ല, ഞാനേ ഹോൾഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്ത എന്റെ ഗാഗിൽ ഞാൻ ചെയ്ത കാര്യം പറയാം. അവിടെ ഹോൾഡ് എന്ന് മുകളിൽ എത്തിയിട്ടപ്പോഴത്തേക്കും ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എടാ എല്ലാവരും ഹോൾഡ് ആക്കി, മുകളിൽ ഹോൾഡർ ഉണ്ട്. അപ്പൊ ഈ തീട്ടം ഭക്ഷിക്കുന്ന വാണങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി പിറ്റിയാണ്. ഇവര് മണ്ടന്മാരെ പോലെ കാണിക്കണ ഐഡിയലാണ് അവന്മാർ, ആ ഗ്യാങ്ങിലുള്ളവന്മാര്. എന്നിട്ട് ഞാനിത് പറയാൻ പോയ ഞാൻ സൗമ്യതായിട്ട് പറയാൻ പോയി മച്ചാനെ ഹോൾഡ് ആണെന്ന്. ഞാനിനി ട്രിഗർ ആകത്തില്ല, എനിക്ക് ഞാൻ വാൻ മേടിക്കത്തില്ല പറയുന്നേക്ക്. ഞാൻ ഹോൾഡ് മച്ചാനെ ഹോൾഡ് എന്ന് പറയുമ്പോ ഫ്രസ്ട്രേറ്റഡ് തള്ള ഓളി അവരുന്ന് കൊണക്കിന അതിന്റെ അകത്തിരുന്നിട്ട്. അണ്ണാ ഞാനേ അണ്ണാ നമ്മളെ ഈ സിറ്റി കിടന്ന് കൊറേ കളിച്ചിട്ട് നമുക്ക് ബാനൊന്നും കിട്ടിയിട്ടില്ല ആസം. നമുക്ക് ഞാനൊന്നും പറഞ്ഞില്ല അമ്മരെ, ഒന്നും പറഞ്ഞില്ല. എല്ലാം പുറത്ത് പറയാനുള്ള എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഹലോ എനിക്കറിയട്ടെ, ഞാൻ കുടുംബത്തല്ലേ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഓർമ്മ. ഇനി ഇവിടെ ഫയറിംഗ് സിറ്റുവേഷൻ ആയിട്ട് ഒന്നും ഇതാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രീ വാറിലേക്ക് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചെവിയുണ്ട് ബ്രോ, നമുക്ക് പറഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. നമുക്ക് അതിനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെയാണ്. ഇത് മനസ്സിലാകത്തടുത്ത് പറഞ്ഞു നമ്മൾ ഓക്കെയാണ്. അവിടെയും പറഞ്ഞിട്ടല്ലേ നിങ്ങളോട് ഒന്നുകൂടി വന്ന് വെരിഫൈ ചെയ്തതാ. അല്ലല്ല ഇനി വേറെ ഇനി പ്രീവാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോ കുണ്ണത്തരം പറയുന്നൊന്നും നോക്കിക്കോണേ ബ്രോ. നമ്മളോട് സംസാരിക്കുമ്പോ അല്ല നമ്മളോട് സംസാരിക്കുമ്പോ അതിന്റേതായ ലാംഗ്വേജ് നമുക്കിത് മടുത്തതുകൊണ്ട് തന്നെ പറയണത്, വേറൊന്നും കൊണ്ട് പറയണതല്ല. അത് വിളിച്ച് നമുക്ക് ഇതിന്റെ പുറകിലിരിക്കും. ഞങ്ങളിപ്പോ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഞങ്ങൾ മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാ. ഞങ്ങൾ ഇനി പോയി അവിടെ പോയി നേരെ അടിക്കാനൊന്നും താല്പര്യമില്ല. നമ്മൾ പ്രിയറായിട്ട് ഇതാക്കാം. അവരിതിന് ഇത് വെക്കണം. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾക്ക് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കാം. നമുക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ബ്രോ. നമുക്ക് നമ്മളിങ്ങനെ വെറുതെ മറ്റേ ഒരുമാതിരി സിറ്റിയില് കുറെ നാളായില്ലേ ബ്രോ നമ്മളും കളിക്കുന്നത്. അവരും കുറെ നാളായില്ലേ കളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ബേസിക്സ് അല്ലേ. ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇത് വരും ബ്രോ, ദേഷ്യം വരും നമുക്ക്. അതിന്റെ ഇത് പറഞ്ഞാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണന്റെ 25 ദിവസം ബാനേ. അഡ്മിന്റെ അടുത്ത് ആ കുണ്ണകളോടൊന്നും ചന്ദ്ര ഇത് ലാസ്റ്റ് ആയിരുന്നേ. ഇനി എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ. എവിടെ വേണേ കൊണ്ടോ ഒരു ലീഡറായിട്ട്. എന്റെ ഞാൻ ഇനി അങ്ങനെ കുറച്ച് സൗമ്യമായിട്ട് സംസാരിക്കണം. നമ്മള് മീറ്റിങ്ങിനും പോകും. ഞാൻ വാസവന്റെ മീറ്റിങ്ങിന് പോകും, സംസാരിക്കും. ഒരു സീന് ഞങ്ങൾ ഞാൻ മീറ്റിങ്ങിനില്ലല്ലേ. എനിക്ക് മീറ്റിങ്ങിന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അവന്റെ പേര് ഇച്ചായനല്ലടാ സിറ്റിയില്. അവന്മാരെ വിളിക്കണേണ് ചന്ദ്രൻ ഇച്ചായെന്ന് വിളിക്കണേ. ഓടാ അവന്മാരെ റെസ്പെക്ട് ചെയ്തിട്ട് വിളിക്കണേണ് ഇച്ചായൻ. നിന്റെ അളിയനല്ലേ, നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എന്തോ പേരെന്ന്. കഴിഞ്ഞോട്ടൊക്കെ സിറ്റുവേഷൻ അവരുടെ റേഡിയോ കയറിയിരുന്നു. ആ ജോസുട്ടി അളിയാ ഇച്ചായ എനിക്കറിയാം. ഉച്ചക്ക് ചായ പിടിച്ചില്ലേ പറയണം, നമുക്ക് ചായ മേടിച്ചാന്നൊക്കെ ആയിരുന്നു. നീ അങ്ങോട്ട് വിളിച്ചു പോയിടാ. അല്ല എനിക്കറിയാം, നമ്മളവനെ ഇച്ചായെന്നുള്ള രീതിയിലാണ് എല്ലാരും കേട്ട് ഇതുള്ള എടാ എന്റെ പേര് അണ്ണെന്നാണോ? അല്ലല്ല പരുന്തുവാസതല്ലേ പേര്, അത് അവര് വിളിക്കണതാണ് അങ്ങനെ.
ബുദ്ധിയില്ലാത്തവൻ. ആധാർ കാർഡിൽ അണ്ണെന്ന് പേരാലോചിച്ച് ഈ ഒരു കൊച്ചുണ്ടാവാണ് ഞാൻ അവനെ അണ്ണെന്ന് പേരിടും. അതാവുമ്പോ എല്ലാരും തെള്ളക്ക് വിളിക്കുന്നത് പോലെ റെസ്പെക്ടോടെ വിളിക്കുന്നത് പോലെ തോന്നുള്ളൂ. അണ്ണാ ഇതുണ്ടല്ലോ അണ്ണാ, ഇത് ഇന്ന് പ്രീ വാറും ഒന്നും ഇന്ന് നടക്കാൻ പോണില്ല. ഇത് ഇന്ന് മിനിമം 15 വീഡിയം, ഒരു 4 കത്തിപ്പോക്കൽ, ഇതെല്ലാം ഉണ്ടാവും ഉറപ്പാണ്. ഇതിന്റെ വാറിന് വീഡിയം ഹോൾഡ് എന്റെ മനസ്സിൽ ഞാൻ ഇന്ന് 3 മണി ആയിട്ട് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തു. 3 മണി. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയാനില്ല. ഞാൻ ഈ വെളിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിഗർ ആയിട്ടിരിക്കുന്നുണ്ടോ, നീ അവരെ ഒന്ന് റേഡിയോയിലൊക്കെ കണക്ട് ചെയ്ത് നീ അവരുടെ സംസാരിച്ച് ഒന്ന് ഡീലാക്കി ചന്ദ്ര പ്ലീസ്. നിന്റെ ഇച്ഛാനല്ലേ, ഒന്ന് ഇച്ഛാനോട് അണ്ണാ ഇച്ഛാന്റെ അടുത്ത് സംസാരിക്കാം. പക്ഷെ മറ്റേ തീട്ടം പക്ഷിക്കുന്ന കൂടുതലുള്ള തായോളികളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റൂല, ബുദ്ധിമുട്ടാണ്. സംസാരിച്ചാൽ മതി, സംസാരിച്ചിട്ട് എന്നെ ഒന്ന് അറിയിക്കും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ എങ്ങും പോകത്തില്ല. നീ ഇച്ഛാനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീലാക്കിയിട്ട് ഒന്ന് പറയണേ എന്റെ അടുത്ത്. ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് എന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല കളി, അതുകൊണ്ട് നീ ഒന്ന് കേറി പ്ലീസ്. ഹലോ TJ അല്ലോ, വന്നല്ല കൊറേ പേര് വന്നിട്ട് കൊറേ പേരോടുണ്ടല്ലോ ഇത്. ഹലോ നമ്മളാ പേടിക്കണ്ട. എടാ ഇറങ്ങടാ, ഇത്ര നേരം ആവശ്യമുണ്ടോ? എനിക്ക് ചന്ദ്ര കൊമ്പുണ്ട്. ഹലോ എടാ എപ്പോഴാ പ്രീ വാറിന് എപ്പോഴാ? ഏത് ചന്ദ്ര വല്ല മനസ്സിലാവുന്നുണ്ട്, എനിക്കത് മനസ്സിലാവല്ല. ഇത് ഏത് ലാംഗ്വേജ്? ലാംഗ്വേജ് എന്ത് ലാംഗ്വേജ്? ഏത് ഭാഷ? തീട്ടം ഭക്ഷിക്കുന്നവരായോണ്ടായിരിക്കും പറയണമെന്ന് മനസ്സിലാവുന്നില്ല. ഹലോ സമാധാനം. അയ്യോ ഒരു മഴ പെയ്തങ്ങ് തോർന്നു. അണ്ണാ അവന്മാര് ഇതാണ് ഭക്ഷിക്കുന്നത് ഉറപ്പായി. കണ്ടി അങ്ങനെയാണ് എല്ലാം കേട്ടാ. പട്ടികളെ മിണ്ടായിരിക്കും, കൊതിക്കുന്ന പട്ടികളെ മിണ്ടായിരിക്കും. നിനക്കൊക്കെ വല്ല മനസ്സിലാവുണ്ടത്? ചന്ദ്ര ഒന്നും മനസ്സിലാവൂല എന്തൊക്കെയാ പറയാ. ഹലോ എക്സ്ക്യൂസ് മീ ഹലോ എക്സ്ക്യൂസ് മീ പ്രശ്നം ഉണ്ടാക്കല്ലേ എല്ലാം സംസാരിച്ച് നമുക്ക് ശരിയാക്കാം. കൂട്ടുകാരെ ഹലോ കൂട്ടുകാരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ. പ്രസവിച്ചാടാ? അതാരാ പ്രസവിച്ചത്? ആര് പ്രസവിച്ചത് അതിന്റെ അകത്ത്? ഇവിടെ മാറി ഹലോ ഹലോ ചന്ദ്ര ജോസൂട്ടി, ഇത് എന്താണ് വലിയ പ്രശ്നമുള്ളത്? ഇത് എന്ത് ഒന്നും മനസ്സിലാവില്ല.
നമുക്ക് പ്രീവർ അടിക്കാം അതാ നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത് മര്യാദക്ക് കൊമ്പന്റെ അടുത്ത്. എടാ ഇത് ഞാൻ ഒരു കാര്യം വിട ചന്ദ്ര, ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യമില്ല ഈ ഗണ്ണേം ചെയ്ത് ഫിയർ കാണിക്കണം എന്നുള്ളത്. ഈ കണ്ണാപ്പി ഗണ്ണേം ചെയ്തപ്പോ ഫിയർ കാണിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമതും നിങ്ങളെ ആൾക്കാരെ സറൗണ്ട് ചെയ്ത് അടിക്കാൻ നോക്കി, അതും ഓക്കെയാണ്. പക്ഷെ ഈ സറൗണ്ട് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോ ഈ കണ്ണാപ്പി പിന്നെയും കയറി ഗണ്ണെടുത്ത് അടിക്കുന്നു, മനസ്സിലായില്ലേ? അത് പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സിറ്റുവേഷൻ അതറിഞ്ഞൂടാത്ത സിറ്റുവേഷൻ ആണ് എനിക്ക്. ഞാനത് ഇവിടെ ചോദിച്ചത് അത് പിന്നോക്കാം. ഞാൻ ഇതിപ്പം പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അഡ്മിൻ വന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മര്യാദ. ഈ അഡ്മിൻ തന്നെയാണ് ഇവിടെ ഹോൾഡിന്റെ കാര്യം പറഞ്ഞത്, മനസ്സിലായി? നമ്മളല്ല പറഞ്ഞത്, അഡ്മിൻ വന്ന് ഹോൾഡ് പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഹോൾഡ് വിട്ടത്, മനസ്സിലായില്ലേ? ഞാൻ കണ്ണാപ്പിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഇതിനെ പറ്റി. എന്നിട്ട് ഇത് കളിക്കാം, ഇനി കളിക്കാം, ഇത് സംസാരിക്കണ്ട, ഇത് കളിക്കാം. ഓക്കെ ഹലോ ഒരു മിനിറ്റ്. ഒന്നും കേട്ടൂടാ. അപ്പുറത്ത് കേട്ടില്ലേ അത്? ചന്ദ്ര ഒന്നും കേട്ടൂടാ. എനിക്ക് ഇപ്പുറത്ത് ഭയങ്കര അലപ്പ്, പട്ടികളോട് കുറയ്ക്കും പോലെ. എടാ അപ്പുറത്ത് തരാൻ പറ. ഇത് അപ്പുറത്ത് വരാൻ ഞാൻ ഇതിൽ എങ്ങനെ പറയും ഈ അലപ്പില്? ജോസൂട്ടിനെ വിളിക്കുന്നത് ജോസൂട്ടി കൊമ്പന്റെ. എടാ എല്ലാരും അപ്പൊ ഡിസ്കൗണ്ട് ഇപ്പുറത്ത് തന്നെ. ഹലോ അതാണ് കോമഡി ഇവിടെ. ഇപ്പുറത്ത് വന്ന എല്ലാരും മനസ്സിലായി.